എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ കർത്താവിന്റെ മാലാഖമാർ നിങ്ങളെ സഹായിക്കും. എന്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവൻ ഞാൻ വിരിക്കും. ഉദ്ധിതനായ എന്റെ പുത്രൻ കൂടുതൽ മഹത്വീകരിക്കപ്പെടാനുള്ള സമയം ആഗതമായിരിക്കുന്നു. സ്നേഹമെന്ന സ്വർഗീയ നിയമം നിങ്ങൾ പാലിക്കുവിൻ. കൂദാശ ജീവിതവും അനുതാപവും വഴി തിരുസഭയോട് ചേർന്ന് നിൽക്കുവിൻ. മരിയൻ അപ്പരീഷൻസ്. എന്നും തുറക്കുന്ന വാതിലേ, നിത്യസഹായത്തിൻ പൂന്തേന്നലേ, സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ, സ്നേഹത്തിൻ നിലയനമേ, അമ്മേ ത്യാഗത്തിൻ നിറകൂടമേ, പരലോക രാജ്ഞിയാമെന്നമ്മേ, എന്നും മാതൃസ്നേഹത്തിൻ്റെ മാതൃകയേ, ഉഷകാലേ നിന്നും താരകമേ, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു. മാതൃഭക്തി എന്നത് സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയാകുന്നു. കാരണം ഈ ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും മക്കളെ കാത്തുപരിപാലിക്കാൻ തൻ്റെ അമ്മയോളം കരുതലുള്ള ഒരാളുണ്ട് എന്ന് പുത്രൻ കരുതുന്നില്ല. നസ്രത്തിലെ തൻ്റെ കൊച്ചു വീട്ടിൽ അമ്മയൊരുക്കിയ ആ അത്താഴ വിരുന്നിൻ്റെ സൗന്ദര്യം ഈശോനാഥൻ തൻ്റെ തിരുസഭയിലും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുതന്നെ സ്വർഗത്തിൻ്റെ അനുഗ്രഹീത കൃപയാൽ അലങ്കൃതയാണവൾ. ഉണ്ണിയെ കഴുകി നിർമ്മലമാക്കി പൊതിഞ്ഞു പിടിച്ച അതേ മേലങ്കിയാൽ നമ്മെയും ചേർത്തു പിടിക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധി എന്ന ആത്മീയ കൃപയിൽ അല്പം പോലും അഴുക്കു പുരളുവാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധിയുടെ പരിപൂർണ മാതൃകയായ അമ്മ അതുകൊണ്ടുതന്നെ തിരുസഭയിൽ തൻ്റെ വിശുദ്ധിയുടെ സുഗന്ധം വിതറുന്നു. ലോകമെങ്ങും ഇപ്പോൾ വലിയ തോതിൽ മാതൃ അടയാളങ്ങൾ ഏറെ ദൃശ്യമാകുന്നു. സുഗന്ധം നിറയൽ, രക്തക്കണ്ണുനീർ, പാലും തേനുമൊഴുകൽ എന്നിവയെല്ലാം ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം. എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു? അനേകരെ കുഴപ്പിക്കുന്ന ചിന്തയാണിത്. ലോകാരംഭം മുതൽ തന്നെ സ്വർഗീയ അടയാളങ്ങൾ ഭൂമിയിൽ ദൃശ്യമാകുന്നത് വചനത്തിൽ പലയിടങ്ങളിലും നാം കണ്ടെത്തുന്നു. പുത്രന്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം തിരുസഭയിൽ അനേകം സ്വർഗീയ അടയാളങ്ങൾ ദൃശ്യമാകുന്നു. തിരുസഭ തന്നെ ഇവയെ ഏറെ പരിശുദ്ധമായും പൂജിതമായും ബഹുമാനിക്കുന്നു. കാരണം അത് സ്വർഗത്തിൻ്റെ മഹനീയ പ്രവൃത്തിയാകുന്നു. ഓരോരോ കാലഘട്ടങ്ങളിൽ മക്കൾ വഴിതെറ്റാനിടയുള്ളപ്പോൾ ഇത്തരം അടയാളങ്ങൾ സഭയിൽ ദൃശ്യമാകുന്നു. അനേകം വിശുദ്ധരുടെയും പുണ്യജീവിതങ്ങളുടെയും ജീവിതത്തിൽ ഇത് ഏറെ ദൃശ്യമായിട്ടുള്ളതാകുന്നു. ഇതിനെയെല്ലാം തിരുസഭയുടെ പ്രബോധനങ്ങളോട് ചേർത്തും പഠനങ്ങളോട് ചേർത്തും മനസ്സിലാക്കുവാൻ നാം ശ്രദ്ധിക്കുക. ഏറെ കലുഷിതമായ ഈ കാലഘട്ടത്തിൽ അനേകം തെറ്റായ അടയാളങ്ങളും ദൃശ്യങ്ങളുമായി
അനേകം പേർ കടന്നുവരുന്നു. കത്തോലിക്ക തിരുസഭയുടെ പഠനങ്ങളോടും സഭാപ്രബോധനങ്ങളോടും ചേർന്നു നിൽക്കുന്ന അടയാളങ്ങൾ മാത്രമേ സ്വർഗം ക്രമീകരിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് തിരുസഭയുടെ കരുതലും രൂപതകളുടെയും പിതാക്കന്മാരുടെയും സാന്നിധ്യവും സ്നേഹവുമുള്ള ഇത്തരമിടങ്ങൾ മാത്രമേ നാം സന്ദർശനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരഞ്ഞെടുക്കേണ്ടതുള്ളൂ എന്ന് തിരുസഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അനേകം നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം മാത്രമേ തിരുസഭ ഇത്തരം അടയാളങ്ങളെ വിശ്വാസികളുടെ പൊതുവണക്കത്തിന് നൽകുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ തിരുസഭയുടെ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കാത്തുനിൽക്കുവാൻ നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. തിരുസഭാ മക്കളെ വഴിതെറ്റിക്കുവാൻ അനേകം കെണികളൊരുക്കി ദുഷ്ടൻ കാത്തിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ കത്തോലിക്ക പഠനങ്ങൾ എന്നു തോന്നും വിധം അവർ രൂപം ധരിക്കുന്നു. പതുക്കെ പതുക്കെ തെറ്റായ വ്യക്തിഗത പഠനങ്ങളിലേക്ക് ആനയിക്കുന്നു. തിരുസഭയുടെ കൗദാശിക വിശുദ്ധിയെ തകർക്കുക എന്ന തന്ത്രം അങ്ങനെ അവൻ ആവിഷ്കരിക്കുന്നു. തിരുസഭയ്ക്ക് മുറിവേൽക്കുന്ന വാർത്തകളെ മാധ്യമങ്ങൾ വഴി അവൻ ഏറെ പ്രചരിപ്പിക്കുന്നു. അതിനായി വൈദികരെയും മറ്റും നവമാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നു. യുവജനങ്ങളെയെല്ലാം തിരുസഭയ്ക്കെതിരെ സംസാരിക്കുവാൻ ഇതിലൂടെ പ്രലോഭിപ്പിക്കുന്നു. മെഡ്ജുഗോറിയയിലെ അമ്മയുടെ വേദനയാർന്ന പങ്കുവയ്ക്കലുകൾ നാം ശ്രദ്ധിച്ചു കേൾക്കുക. യുവജനങ്ങളെ, നിങ്ങൾ തിരുസഭയെ കൂടുതൽ സ്നേഹിക്കുവിൻ. നിങ്ങൾ എന്റേതാണെന്ന് സാത്താൻ തിരിച്ചറിയുന്നതിനായി ജപമാല കഴുത്തിൽ ധരിക്കുവിൻ. അത് നിങ്ങൾക്ക് വലിയ സംരക്ഷണമേകും. തിരുസഭയെക്കുറിച്ച് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുവിൻ. വിശുദ്ധ കൂദാശകളെ ഭക്തിയോടെ സ്വീകരിക്കുവിൻ. മക്കളെ, നിങ്ങൾ അൾത്താരയോട് ചേർന്ന് നിൽക്കുവിൻ. എന്റെ പുത്രൻ കുരിശിൽ നിന്ന് കരം നീട്ടി നിങ്ങളെ പുണരുന്നത് ഞാൻ കാണട്ടെ. യുവജനങ്ങളെ തിരുസഭയോട് ചേർത്തു നിർത്തുക എന്ന ദൗത്യം ഈ കാലഘട്ടത്തിൽ അമ്മ ഏറെ തീക്ഷ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഇനിയുള്ള കാലം ഏറെ കലുഷിതമാണെന്ന് അമ്മ മനസ്സിലാക്കുന്നു. തൻ്റെ പുത്രന്റെ വിശുദ്ധ സഭയെ ആക്രമിക്കുവാൻ തിന്മയുടെ പടയൊരുക്കങ്ങൾ നടക്കുന്നു എന്ന് അമ്മ അറിയുന്നു. യുവജനങ്ങളെ കൂദാശകളോട് ചേർത്ത് നിർത്തുക എന്ന സ്വർഗീയ ദൗത്യം അമ്മ ഭംഗിയായി നിർവഹിക്കുന്നു. ഓരോ അൾത്താരകൾക്കരികിലും അമ്മ ഇതാ കാത്തിരിക്കുന്നു. തിരുവചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാനും കൂദാശ ജീവിതവും അനുതാപവും വഴി അൾത്താരയോട് ചേർന്നു നിൽക്കുവാനും അമ്മ നമ്മെ ക്ഷണിക്കുന്നു. കാനായിൽ അമ്മ നൽകിയ ആ നിർദ്ദേശം ഇന്നും തിരുസഭയിൽ വിശുദ്ധിയുടെ കാഹളമായി മുഴങ്ങുന്നു. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ബോസ്നിയ എന്ന രാജ്യത്ത് 1981 മുതൽ മാതാവ് 6 പേർക്ക് തുടർച്ചയായി നൽകുന്ന, ഇന്നും തുടർന്നു പോകുന്ന സ്വർഗീയ ദർശനമാണ് മെഡ്ജുഗോറിയ എന്ന സ്ഥലത്തിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. 11നും 17നും ഇടയിൽ പ്രായമുണ്ടായിരുന്ന വിസ്ക, മിറിയാന, ഇവാങ്ക, മരിയ എന്നീ പെൺകുട്ടികൾക്കും ഇവാൻ, യാക്കോബ് എന്നീ ആൺകുട്ടികൾക്കുമാണ് മെഡ്ജുഗോറിയയിലെ ഈ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ മുകളിൽ അമ്മ ദർശനമേകിയത്. ഇന്നും ഇത് തുടർന്നു പോരുന്നു എന്നതാണ് ഈ അത്ഭുതത്തെ വർണ്ണാഭമാക്കുന്നത്.
വളരെയധികം കലുഷിത കാലഘട്ടത്തിലൂടെയായിരുന്നു യൂഗോസ്ലോവാക്യ എന്ന രാജ്യം ആ കാലഘട്ടത്തിൽ കടന്നുപോയത്. യുവജനങ്ങൾ കൂദാശ ജീവിതം ഉപേക്ഷിച്ച് നിരീശ്വര തത്വചിന്തകൾക്ക് പുറകെ സഞ്ചരിക്കുന്ന സമയം. ദിവ്യബലി അർപ്പണവും കുടുംബ പ്രാർത്ഥനയും കൂദാശ ജീവിതവും വെറുമൊരു പ്രഹസനമായി മാറിയ കലുഷിത സമയം. വിശുദ്ധരായ വൈദികർ പോലും തെറ്റിൽ വീഴുന്നതിൽ തിരുസഭ വേദനിക്കുന്ന കാലഘട്ടം. പക്ഷേ അമ്മയുടെ ഇവിടുത്തെ ഇടപെടലിനു ശേഷം ഇന്ന് ഈ നാട് വളരെയേറെ ചൈതന്യത്തിൽ മുന്നേറി. ദേവാലയങ്ങൾ ജനങ്ങളാൽ നിറയുന്നു. സക്രാരിയിലെ പുത്രനെ ആരാധിക്കുവാൻ ജനങ്ങൾ സമയം കണ്ടെത്തുന്നു. ജപമാല ഭക്തിയും മരിയൻ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുവാൻ ആളുകൾ ഏറെ രാജ്യങ്ങളോളം സഞ്ചരിക്കുന്നു. ഇവിടെയാകെ ഒരു ദിവ്യമായ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു. ജനങ്ങൾ ഭൂരിഭാഗവും ജോലി ചെയ്യുന്നതോടൊപ്പം ജപമാല ചൊല്ലുകയും ദിനവും വിശുദ്ധ കുർബാനയെ സന്ദർശിക്കുകയും ചെയ്യുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശാന്തതയും ദിവ്യമായ സമാധാനവും. അനേകം ജനകോടികൾ ഇന്നോളം ഈ പ്രത്യക്ഷ ദേവാലയം സന്ദർശിക്കുകയും കൃപാവരങ്ങൾ നേടുകയും ചെയ്തു വരുന്നു. ദിനവും രാവിലെ 6 മണി മുതൽ ഇവിടെ സന്ദർശകരെ കൊണ്ട് നിറയുന്നു. പാപസങ്കീർത്തനം നടത്തുവാനും ദിവ്യകാരുണ്യ സന്നിധിയിൽ ശാന്തമായി ഇരിക്കുവാനും അനേകം പേർ രാവിലെ തന്നെ എത്തിച്ചേരുന്നു. പിന്നീട് അവർ പ്രത്യക്ഷക്കുന്നിലേക്ക് ജപമാലയുമേന്തി ആവേ മരിയ ഗീതവും പാടി സഞ്ചരിക്കുന്നു. തീർത്ഥാടകരുടെ മറ്റൊരു ആകർഷണ കേന്ദ്രം ക്രിസേവാസ് എന്ന കുരിശിന്റെ മലയാണ്. റോമിലെ ജെറുസലേമിലെ കുരിശിന്റെ തിരുശേഷിപ്പ് ഈ കുരിശിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മെഡ്ജുഗോറിയായുടെ ജീവനാഡി മാതാവിന്റെ ഈ ദേവാലയമാണ്. ദിവ്യകാരുണ്യനാഥനെ നിത്യം വണങ്ങുന്ന ഒരു പറ്റം സന്യാസികൾ ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നു. ചെനാക്കോളോ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവരെ തിരികെ എത്തിക്കുന്നതിനായുള്ള ഒരു യുവജന മുന്നേറ്റമായി ഇത് വളർന്നുവരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന യുവാക്കളാണ് ഇതിലെ അംഗങ്ങൾ. ദർശനം ലഭിച്ച കുട്ടികൾ ഇന്ന് ഇവിടെ ഈ ഗ്രാമത്തിൽ കുടുംബജീവിതം നയിക്കുന്നവരാണ്. എങ്കിലും അവർ ഇവിടെ സജീവരായി മാതൃസേവനം ചെയ്യുന്നു. മാതൃസന്ദേശ പ്രചാരകരായും ശുശ്രൂഷകരായും ഇവർ ഇവിടെ വ്യാപരിക്കുന്നു. മെഡ്ജുഗോറിയ ഫാത്തിമ രഹസ്യങ്ങളുടെ തുടർച്ചയാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1984 പാവേൽ ഹിനിസ മെത്രാനോട് പറയുകയുണ്ടായി. പ്രത്യക്ഷീകരണത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഫാത്തിമയിലെ ലൂസിയ ഇങ്ങനെ പറയുകയുണ്ടായി: മെഡ്ജുഗോറിയെ ഫാത്തിമ രഹസ്യങ്ങളുടെ പൂർത്തീകരണമാണ്. പ്രത്യക്ഷങ്ങൾ ഇന്നും തുടരുന്നതിനാൽ തിരുസഭ വളരെ കരുതലോടെയും സ്നേഹത്തോടെയും ഈ പ്രദേശത്തെ പരിപാലിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രത്യക്ഷത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് പിതാക്കന്മാരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മെഡ്ജുഗോറിയ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന മരിയൻ പ്രത്യക്ഷ സ്ഥലമാണ്. അനേകം സന്ദേശങ്ങൾ അമ്മ ഇവിടുത്തെ ദർശനക്കാർക്ക് വെളിപ്പെടുത്തി നൽകുന്നു. ഇവയെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാതാവിൻ്റെ വാക്കുകൾ മുഖ്യമായും മാനസാന്തരവും കൂദാശ ജീവിതവും ജീവിതവിശുദ്ധിയും പ്രഘോഷിക്കുന്നതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ എന്നാണ് ഓരോ സന്ദേശവും ആരംഭിക്കുന്നത്. സന്ദേശങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ്
എൻ്റെ ഈ ആഹ്വാനത്തിന് പ്രത്യുത്തരിച്ചതിന് നിങ്ങൾക്ക് നന്ദി എന്ന് അമ്മ പറഞ്ഞു നിർത്തുന്നു. കൂദാശ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു പിടി സന്ദേശങ്ങളാണ് മെഡ്ജുഗോറിയയിൽ മുഴങ്ങുന്നത്. ഏതാനും ചില സന്ദേശങ്ങൾ ശ്രവിക്കുന്നത് നമുക്ക് മാതൃസ്നേഹത്തിൽ വളരുവാൻ ഏറെ ഉപകരിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളെ, സഹനങ്ങളിൽ തളരാതിരിക്കുവിൻ. കൈകളിൽ ജപമാല മുറുകെ പിടിക്കുവിൻ. ഞാനൊരമ്മയായതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവിൻ. ബത്ലഹേം മുതൽ കാൽവരി വരെ സഹനങ്ങൾ മാത്രമായിരുന്നു എന്റെ ജീവിതം. എന്നിട്ടും ഞാൻ ദൈവപുത്രന്റെ മഹത്വം കാണുവാൻ കാത്തിരുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം പുത്രന്റെ അടുത്ത് വരുമ്പോൾ പുത്രൻ നിങ്ങളെ തള്ളിക്കളയില്ല എന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ കുഞ്ഞുമക്കളെ, ഇത് കൃപാവരത്തിന്റെ കാലമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഈശോയ്ക്ക് നന്ദി പറയുവാൻ നിങ്ങൾ ശീലിക്കുവിൻ. നിങ്ങൾക്കുള്ളവയിൽ സന്തോഷം കണ്ടെത്തുവിൻ. കഴിഞ്ഞുപോയ ദുഃഖത്തിന്റെ ഓർമ്മകൾ മറന്നുകളയുവിൻ. നിങ്ങളുടെ ആകുലതകളും ദുഃഖങ്ങളും ദിവ്യബലിയിൽ ഈശോയോട് പങ്കുവയ്ക്കുവിൻ. ദൈവപദ്ധതിയുടെ മഹത്വമറിയാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവിൻ. ദൈവത്തിൻ്റെ കരുണയുള്ള ഹൃദയത്തിൽ ആശ്രയം തേടുവാനും പാപിയാണെന്ന തിരിച്ചറിവിൽ മടങ്ങി വരുവാനും ആ സ്നേഹപിതാവിൻ്റെ സമീപം വിശുദ്ധരായി ജീവിക്കുവാനും അമ്മ നമ്മെ ക്ഷണിക്കുന്നു. ദിവസവും വ്യക്തിപരമായി മുഴുവൻ കൊന്തയും ചൊല്ലണമെന്നും മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ കുമ്പസാരിക്കണമെന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധീകരണത്തിന് ഏറെ ഫലമുളവാക്കുമെന്നും അമ്മ ഇവിടെ അറിയിച്ചു. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നതാണ് നിത്യരക്ഷയ്ക്ക് സഹായകരമെന്ന് അമ്മ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. പാപത്തിൻ്റെ നിഴലാട്ടങ്ങൾ ഏറെ പെരുകി വരുന്നു. ചെറിയ പാപങ്ങളൊന്നും സാരമില്ല എന്ന് കരുതി മനുഷ്യമക്കൾ വലിയ പാപങ്ങളിൽ ചെന്നു വീഴുന്നു. ഇത് വിശുദ്ധിയെ തകർത്ത് കൂദാശ ജീവിതത്തിൽ നിന്നും പിന്നോട്ടു വലിക്കുന്നു. അതുകൊണ്ട് ജീവിതവിശുദ്ധിയും ബലിപീഠത്തോടുള്ള സ്നേഹവും അമ്മ നമ്മെ ഈ കാലഘട്ടത്തിൽ ശീലിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലും ഫലങ്ങളിലും വളരുവാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന പുത്രന്റെ തിരുവചനം ആ സ്നേഹത്തിൻ്റെ കന്യക ഇന്ന് പ്രഘോഷിക്കുന്നു. പരസ്പരം ക്ഷമിച്ചും ക്ഷമശീലിച്ചും പരസ്പരം ബഹുമാനിച്ചും സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ച് അനുദിനം വിശുദ്ധിയിൽ വളരുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. കണ്ണീരുണങ്ങാത്ത ജീവിതങ്ങൾക്ക് അമ്മ പുതിയ സ്നേഹതൈലം പകരുന്നു. തൻ്റെ പുത്രന്റെ മഹത്വം മാത്രം പ്രഘോഷിക്കപ്പെടണമെന്ന് ഇതിലൂടെ അമ്മ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ജനിക്കുന്ന അവസാന ആത്മാവിനെയും വിശുദ്ധിയിൽ പൊതിഞ്ഞ് പുത്രന്റെ സന്നിധിയിലെത്തിക്കുവാൻ അമ്മ വളരെ സജീവയായി തിരുസഭയിൽ വ്യാപരിക്കുന്നു. കൂദാശകളിൽ നിന്നും മനുഷ്യമക്കളെ അകറ്റുക എന്ന പിശാചിന്റെ ഗൂഢതന്ത്രത്തെ അമ്മ എതിർത്തു തോൽപ്പിക്കുന്നു. ആവേ മരിയ ഗീതങ്ങൾ പാടി നമുക്കും ആ ദിവ്യനാഥയുടെ കൂടെ സഞ്ചരിച്ച് ബലിപീഠത്തിന് ചാരെ അണയാം. അവിടെ അതാ ഇന്നും ജീവിക്കുന്ന ദിവ്യപുത്രൻ രക്ഷകനായ യേശുനാഥൻ സക്രാരിയിൽ ജീവന്റെ അപ്പമായി യുഗാന്ത്യത്തോളം നമ്മെ കാത്തിരിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയകറ്റിടണേ സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സ്രഷ്ടാവിന്നാലയമേ പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ.